ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ സോയാ ചങ്ക്സ് തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അതായത് ഓൾറെഡി നമ്മുടെ ചാനലിൽ സോയ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് സോയ തോരൻ. അതായത് സോയാബീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ നമ്മൾ മഞ്ഞളിലും ഉപ്പുവെള്ളത്തിലുമൊക്കെ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുത്ത സോയ ജസ്റ്റ് ഒന്ന് മിക്സിയിലെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാവുള്ളൂ. ഒരുപാട് അരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് നന്നായിട്ടങ്ങ് പേസ്റ്റായി പോകും. കാരണം ഓൾറെഡി അത്യാവശ്യം പകുതി വേവായിട്ടുള്ള സോയയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു പരുവത്തിലെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ സോയ ഫ്രൈ ഇട്ടിരിക്കുന്ന വീഡിയോ എടുത്ത് നോക്കാമെങ്കിൽ ഞാൻ എങ്ങനെയാണ് സോയ കുതിർക്കുന്നതെന്ന് അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ളത് സവാള, അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ തോരന് എപ്പോഴും വേണ്ടതുപോലെ തന്നെ തേങ്ങ, കാന്താരിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ നമ്മുടെ സോയയിൽ ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എങ്കിലും അരപ്പിനകത്ത് പിടിക്കാൻ വേണ്ടി മാത്രം ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സവാള മാറ്റി വെച്ചിട്ട് ഈ കാന്താരിയും വെളുത്തുള്ളി ഇഞ്ചിയും തേങ്ങയും കൂടി നമുക്കൊന്ന് ജാറിൽ അരച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ സോയ ക്രഷ് ചെയ്തെടുത്തതുപോലെ തന്നെ ഒന്ന് ചതച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയ ജാറിൽ ആ രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ സ്ഥിരം പ്രോസസ്സ്, ചീനിച്ചട്ടി ചൂടായി ലേശം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മുടെ സവാള അതിലേക്കിട്ട് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം ഒന്ന് വഴളാനായിട്ട് ലേശം ഉപ്പിട്ടു. കാരണം നമ്മൾ സോയയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്, അരപ്പിലിട്ടിട്ടില്ല. അപ്പം അതിനനുസരിച്ച് ഇതൊന്ന് വഴണ്ട് വരാൻ മാത്രം ഒരു ലേശം ഉപ്പിട്ടേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ആ സമയത്ത് മാത്രം ഉപ്പിട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടു. ആ സവാള ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. സവാള ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്ന ടൈമിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇടുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ എല്ലായിടത്തും അത് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ സവാളയും അരപ്പും നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയയും കൂടി അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം കുറച്ചേറെ ഏരിയയിൽ സവാള കൂടുതൽ, അരപ്പ് മാത്രമായിട്ട് നിൽക്കുക, കുറച്ച് ഭാഗത്ത് സോയയിൽ അരപ്പ് പിടിക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ ഇടുന്ന ടൈമിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാമെങ്കിൽ എല്ലാ ഏരിയയിലും നമ്മുടെ ഈ അരപ്പും സവാളയുടെ ഈ കാര്യങ്ങളും എല്ലാം തന്നെ മിക്സാവും. പിന്നെ നമ്മുടെ ജാറിൽ അരപ്പ് നമ്മൾ ക്രഷ് ചെയ്തതിനോടൊപ്പം തന്നെ ആ ഒരു ജാറിലേക്ക് സ്വല്പം വെള്ളം, അത്രത്തോളമാണെന്ന് കണ്ടുള്ളൂ, അത് മാത്രം ഒഴിക്കുക. കാരണം നമ്മുടെ സോയയിൽ വെള്ളമുണ്ട്. പിന്നെ എന്നിട്ടൊന്ന് അടച്ച് അത്യാവശ്യം വേവായി വരുന്ന ടൈമിൽ നമ്മളൊരു മുട്ട എടുക്കുക. ഇത് താറാമുട്ടയാണ്, കോഴിമുട്ട ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ സോയ, സവാള, അരപ്പെല്ലാം അത്യാവശ്യം വെന്ത് തന്നെ ഇരിപ്പുണ്ട്. കാരണം ഇത് വേവാനായിട്ട് അധികം ടൈമൊന്നും എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ നടുഭാഗം സ്വല്പം ഒന്ന് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് നോക്കിയാൽ അറിയാം നമ്മൾ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ലേശം കുരുമുളക് പൊടി, ഒപ്പം സ്വല്പം ഉപ്പ്, ആ മുട്ടയുടെ ആ ഒരു ഇതിനകത്ത് അത്യാവശ്യം ഉപ്പ് പിടിക്കുന്നതിന് വേണ്ടി ലേശം ഉപ്പ് ഇടുക. എന്നിട്ട് ഇതുപോലെ തന്നെ ചിക്കി കൊടുക്കുക. നമ്മളിവിടെ ചിക്കി കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ചിക്കി എടുക്കുക. അതിനോടൊപ്പം തന്നെ അതൊന്ന് നന്നായിട്ട് ചിക്കി വരുന്ന ടൈമിൽ തന്നെ നമ്മുടെ സോയ സ്വല്പം നീക്കിയിട്ട് അതും കൂടെ ചേർത്ത് ചിക്കി എടുക്കുക. അപ്പം പിന്നീട് നമുക്ക് ആ ഒരു മൊത്തം സോയ മാറ്റി വെച്ചിരിക്കുന്ന മൊത്തം സോയ അതിനോടൊപ്പം തന്നെ ചേർത്ത് ചിക്കി എടുക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ ഫ്ലേവേഴ്സ് നമ്മുടെ ആ സോയയിലും അരപ്പിലും എല്ലാം തന്നെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തോരൻ റെഡിയാണ്. നല്ല മണമാണ് ആ ടൈമിൽ. കാരണം വെളുത്തുള്ളി, ഇഞ്ചി, മുട്ട, കുരുമുളക് പൊടി എല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് കറിവേപ്പും തണ്ടും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണാൻ തന്നെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.